നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഏറെക്കാലത്തിന് ശേഷം ദേശീയ ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞ് വേൾഡ് കപ്പ് കളിക്കാൻ ഇറങ്ങിയതിൻ്റെ ആവേശത്തിലാണ് നെയ്മർ ജൂനിയർ. അദ്ദേഹം വളരെ ഇമോഷണലായി. കളി കഴിഞ്ഞിട്ട് അദ്ദേഹം കണ്ണീരൊഴുക്കുന്നു, സഹതാരങ്ങളൊക്കെ ഗ്രീറ്റ് ചെയ്യുന്നു, തൻ്റെ കുടുംബവുമൊത്ത് സന്തോഷം പങ്കുവെക്കുന്ന കാഴ്ച എല്ലാം കൂടി ആകെ ഒരു ജഗപുക. ആരാധകരുടെ മനസ്സിലും അതുപോലെ ജഗപുകയാണ്. ഒരാശ്വാസമാണോ, സന്തോഷത്തിൻ്റെ കണ്ണുനീരാണോ, വല്ലാത്തൊരു ഇമോഷനിലായിരുന്നല്ലോ ഓരോ ബ്രസീലിയൻ ഫാനും. അപ്പോൾ അതിൻ്റെ പരകോടിയിൽ അനുഭവിച്ച ആളാണ് നെയ്മർ ജൂനിയർ. നെയ്മറുടെ ആദ്യ പ്രതികരണം വന്നത് TV ഗ്ലോബോയിൽ ഇപ്പോൾ കമൻറ്റേറ്ററൊക്കെ ആയിട്ട് പണിയെടുക്കുന്ന മുൻ താരം ഡെനിൽസനുമായിട്ടുള്ള സംസാരമാണ്. വേൾഡ് കപ്പൊക്കെ നേടിയ ബ്രസീൽ ടീമിലുണ്ടായിരുന്ന ഇടതുവിങ്കിൽ മാസ്മരിക പ്രകടനം നടത്തിയ പന്തുകൊണ്ട് പൂക്കളം വരക്കുന്നവൻ എന്നുപോലും വിശേഷണം ഉണ്ടായിരുന്ന അതേ ഡെനിൽസനുമായിട്ട് അദ്ദേഹം തൻ്റെ ഒരു ഇമോഷൻ പങ്കുവെക്കുന്നുണ്ട്. വളരെ ക്വിക്ക് റെസ്പോൺസായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഹൃദയം അങ്ങനെ വല്ലാതെ തുളുമ്പുകയാണ്, ഹാർട്ട് റേസിങ്, ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുകയാണ്, വളരെ നെർവസായി, ഹാപ്പി 100% എന്നാണ് നെയ്മർ പറയുന്നത്. സന്തോഷത്തിൻ്റെ പരകോടിയിൽ നിന്ന് നെയ്മറുടെ ആദ്യ പ്രതികരണം വന്നിരിക്കുന്നു. ഡെനിൽസനോട് അദ്ദേഹം പറയുന്നു, എൻ്റെ ഹൃദയമിടിപ്പങ്ങ് കൂടി, വീണ്ടും ഒരു സ്വപ്നം പോലെ അദ്ദേഹം തിരികെ എത്തുകയാണല്ലോ. അത് പിന്നെ സ്വാഭാവികമാണ്, വേൾഡ് കപ്പ് മാച്ചാണ്, നെർവസായി. ആരാ നെർവസ് ആവുന്നത്? ബ്രസീലിന് വേണ്ടി ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളടിച്ച ആളാണ്. വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നെർവസായി എന്ന് പറഞ്ഞത്. ഏതായാലും വലിയ സന്തോഷത്തിലാണ് നെയ്മർ ജൂനിയർ. 100% താൻ സന്തോഷത്തിലാണ് എന്ന് നെയ്മർ ജൂനിയർ പറയുന്നു. ഓരോ താരങ്ങളും, അതിപ്പം വിനി ജൂനിയറുടെ പ്രതികരണമാണെങ്കിലും കാർലോ ആഞ്ചലോട്ടി കോച്ചിൻ്റെ പ്രതികരണമാണെങ്കിലും ഒക്കെ നെയ്മറുടെ മടങ്ങി വരവിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ്. 981 ദിവസങ്ങൾക്ക് ശേഷം അത് സംഭവിച്ചിരിക്കുന്നു. 2023 ഒക്ടോബർ 17 ഉറുഗ്വായ്ക്കെതിരെ വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കുമ്പോൾ പരിക്കേറ്റ് പുറത്തുപോയത് ശേഷം ആ മഞ്ഞ ജേഴ്സി അണിഞ്ഞ് നെയ്മർ ജൂനിയർ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങിയ 10-14 മിനിറ്റിനുള്ളിൽ 3 ബിഗ് ചാൻസുകളാണ് ക്രിയേറ്റ് ചെയ്തത്. 3 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു. അപ്പം കളിയിൽ ഒരു പക്ഷേ ഏറ്റവും അധികം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതിൽ 2ാം സ്ഥാനത്ത് ആ 10-15 മിനിറ്റ് കൊണ്ട് നെയ്മർ ജൂനിയർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാസിംഗ് എബിലിറ്റിയൊക്കെ വളരെ വിസിബിൾ ആയിരുന്നു. സോ നെയ്മർ വരും മത്സരങ്ങളിൽ കൂടുതൽ മിനിറ്റുകൾ ഗെയിൻ ചെയ്യും, മികച്ച പ്രകടനം നടത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സിൽ എത്താം.